എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാലന്റൈൻസ് സ്പെഷ്യൽ ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് സ്ട്രോബെറി ബ്രെഡ് പുഡിംഗ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രെഡ് പുഡിംഗ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ സ്ട്രോബെറി ബ്രെഡ് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്രഷ് സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് സ്ട്രോബെറി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വൈറ്റ് വിനീഗറാണ്. ഇനി നമുക്ക് ബാക്കിലുള്ള ഇലയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഈ വെള്ളത്തിലൊന്ന് 10 മിനിറ്റ് നേരം ഒന്ന് കഴുകാനായിട്ടിടാം. അങ്ങനെ അത് കംപ്ലീറ്റ് സ്ട്രോബെറി വിനാഗിരി ചേർത്ത വെള്ളത്തിലാണ് നമ്മൾ 10 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഇപ്പോൾ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 4 വശമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഈ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഒന്ന് ടോസ്റ്റ് ചെയ്ത ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെയും അരികുവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 6 ബ്രെഡും ഞാനൊരു പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് സ്ട്രോബെറിയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സ്ട്രോബെറി സിറപ്പ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് സ്ട്രോബെറിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് സ്ട്രോബെറി വേവിച്ചെടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഇല്ലെങ്കിൽ സ്ട്രോബെറി ജാം എടുത്താലും മതി. അങ്ങനെതാ നമ്മുടെ സ്ട്രോബെറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വല്ലാണ്ട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് സ്പാറ്റിൽ വെച്ച് തന്നെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നന്നായി മാഷായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ സ്ട്രോബെറി സിറപ്പ് പുഡിംഗ് ട്രേയിൽ നിരത്തി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ചേർക്കാം. അങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ സ്ട്രോബെറി സിറപ്പാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഇനി കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാലാണ് ചേർക്കുന്നത്. 1/2 കപ്പ്. അങ്ങനത്തെ നമ്മുടെ പാലൊക്കെ ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ സ്ട്രോബെറി ഫ്ലേവേർഡുള്ള കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. കസ്റ്റാർഡ് പൗഡറിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കത് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർക്കാം. അങ്ങനെതാ നമുക്ക് പാലിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ പാലിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിനുശേഷം മധുരം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി പാലൊന്നും തിക്കായി വരുന്നവരെയാണ് കുറുക്കിയെടുക്കേണ്ടത്. മധുരം നോക്കിയപ്പോൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. കസ്റ്റാർഡ് മിക്സ് ചേർത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കുറുക്കിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുകയുള്ളൂ. അങ്ങനത്തെ നമ്മുടെ സ്ട്രോബെറി കസ്റ്റാർഡൊക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് തിക്കാക്കി എടുത്താൽ മതി. ഇനി നമുക്കത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് സ്ട്രോബെറിയാണ് സ്പ്രെഡ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് ബ്രെഡാണ് വെക്കുന്നത്. അങ്ങനെ 3rd ലെയറായിട്ട് ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് സ്ട്രോബെറി കസ്റ്റാർഡാണ്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്കത് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഏറ്റവും
മുകളിലായിട്ട് നമുക്കിനി വിപ്പിംഗ് ക്രീമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ പൗഡേർഡ് ഫോമിലുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പൗഡറാണ് എടുക്കുന്നത്. ഒരു പാക്കറ്റ് പൗഡറിലേക്ക് 1/2 കപ്പ് കോൾഡ് മിൽക്കാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് നന്നായൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് ലെയറായിട്ട് നമുക്ക് സ്ട്രോബെറി ബ്രെഡ് പുഡിങ്ങിലേക്ക് ചേർക്കാം. അതിനകത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുഡിങ്ങൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ മുകൾ വശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമുക്കിനി വിപ്പിംഗ് ക്രീം ചേർക്കാം. എല്ലാ വശം ഒരേ രീതിയിൽ ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ടോപ്പ് ലെയർ വിപ്പിംഗ് ക്രീമാണ് ചെയ്തത്. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം സ്ട്രോബെറിയും കൂടി വെക്കാം. അങ്ങനെ ഇതാ നമ്മൾ സ്ട്രോബെറിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ആക്കാം. അതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് സ്ട്രോബെറി ബ്രെഡ് പുഡിംഗ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് പുഡിംഗ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.